എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീ ശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പര ഈ മണ്ഡലകാലത്തില് ആദ്യത്തെ ദിവസം മുതൽ തുടങ്ങിയതാണ്. ഇന്ന് 25ാമത്തെ ദിവസം. മാഹാത്മ്യത്തിലെ ശ്ലോകങ്ങൾ 14 മുതൽ 24 വരെ ഇന്ന് പാരായണം ചെയ്ത് ആ ശ്ലോകങ്ങളുടെ സാരവും പറയുന്നത് സംവേദ്യ അഭിലാഷ് എന്ന കുട്ടിയാണ്. വലിയ ക്ലാസ്സിലാണ് സംവേദ്യ. എന്നാലും ഒരു ക്ലാസ് പോലും മുടങ്ങാതെ നമ്മുടെ ആധ്യാത്മിക ക്ലാസ്സുകളിലേക്ക് മുടങ്ങാതെ വരുന്ന ഒരു കുട്ടിയാണ്. ഓൺലൈനിലും ശ്രീരുദ്രവും കാര്യങ്ങളൊക്കെ പഠിച്ചു വളരെ മിടുക്കിയായിട്ടിരിക്കുന്നു. അവരുടെ അമ്മയും അതിനോട് ഏറ്റവും താല്പര്യം കാണിക്കുന്ന ഒരു മാതാവാണ്. കുട്ടിയെ നല്ല വഴിക്ക് കൊണ്ടുവരാനായിട്ട് അത്രയും അവര് ആഗ്രഹിക്കുന്നു. അതിന് ഈശ്വരനെ തന്നെ സമീപിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും മഹാഭാഗ്യം. അതുപോലെ കേശവ് കാർത്തിക് നമ്മളിന്ന് നമ്മുടെ ഓൺലൈൻ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഇന്ന് കുഞ്ഞു മുഖം കാണിക്കുന്നത്. ഏറ്റവും സന്തോഷമുണ്ട്. പുതിയ കുട്ടികളെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടുകൂടെ നമ്മളൊരു 3-4 കുട്ടികളെ ഇങ്ങനെ നമ്മുടെ രാമായണ മാസത്തിൽ ഇല്ലാത്ത കുട്ടികളെ തന്നെ അവരെ പുതിയൊരു ബാച്ച് വരണമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കേശവ് കാർത്തിക് പറഞ്ഞ ഉടനെ തന്നെ വളരെ സന്തോഷപൂർവ്വം അതിലേക്ക് വന്നു. ചെറിയ ഭയമൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല, മിടുക്കനാണ്. സംസ്കൃത നാടകങ്ങളിൽ അഭിനയിച്ചിപ്പോ അതിന് A ഗ്രേഡും ഫസ്റ്റ് പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന് സ്കൂളിൽ. വളരെ മിടുക്കനാണ്. രണ്ടുപേരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സംവേദ്യ അഭിലാഷിനെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാതിതരതച്ഛാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോച്ഛിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേന്ദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി.
യസ്വാനുഭാവമഖിലശ്രുതിസാരമേഘം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദക്തവേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശിഷ്ട ഭഗവാൻ വജാംസി മേ. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ അധ്യായം 5 ശ്ലോകങ്ങൾ 14 മുതൽ 24 വരെയാണ്. സ്ത്രീണാം നൈവ തു വിശ്വാസം ദുഷ്ടാനാം കാരയേത് ബുധഃ വിശ്വാസേയസ്ഥിതോ മൂഢ സ ദുഃഖൈ പരിഭൂയത്തെ. സുധാമയം വചോ യാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ശുരധാരാഭം പ്രിയക്കോ നാമയോഷിതാം. സംഹൃത്യ വിത്തം തായാതാ കുലടാ ബഹുഭർതൃകാഃ ദുന്ദുകാരി ബഭൂവാധ മഹാൻ പ്രേത കുകർമ്മതഃ. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിതഃ. ന ലേഭേ ശരണം ക്വാപി ഹാ ദേവേതി മുഹുർവദൻ കിയത്കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. അനാദന്ത വിദിത്വൈവ ഗയാ ശ്രാദ്ധമചീകരത് യസ്മിൻ തീർത്ഥേതു സംയാതി തത്ര ശ്രാദ്ധമചീകരത്. ഏവം ദ്രവൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രൗ ഗൃഹാംഗണേ സ്വപ്തും ആഗതോ ലക്ഷിത പരൈ. തത്ര സ്വപ്തം സ വിജ്ഞാന ദുന്ദുകാരി സ്വബാന്ധവം നിശീദേ ദർശയാമാസ മഹാരൗദ്രതരം വപുഃ. സകൃന്മേഷ സകൃദസ്തി സകൃത്സ നഹി ശോഭവദ് സകൃദിന്ദ്ര സകൃച്ചാഗ്നി പുനഃസ പുരുഷോ ഭവദ്. വൈപരീത്യമിദം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുതഃ അയം ദുർഗതിഗഃ കോപി നിശ്ചിത്യാദതമബ്രവീത്. ഗോകർണ ഉവാച കസ്ത്വമുഗ്രധരോ രാത്രൗ കുതോ യാദോ ദശാമി മാം കിം വാ പ്രേതപിശാചോ വാ രാക്ഷസോസി ദിശംസനഃ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നമുക്ക് നോക്കാം. മോശം സ്വഭാവമുള്ള സ്ത്രീകളെ വിശ്വസിക്കരുത്. അഥവാ വിശ്വസിച്ച് ഇടപഴകിയാൽ അത്തരം ബുദ്ധിഹീനർ നിത്യദുഃഖം അനുഭവിക്കും എന്ന് ഈ കഥാസന്ദർഭം ഉപദേശ രൂപേണ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മോശം സ്ത്രീകളിൽ ആകർഷണം തോന്നിയവർക്ക് ആ സ്ത്രീകൾ പറയുന്നതൊക്കെ വളരെ ആകർഷണം തോന്നുന്നതായിരിക്കും.
പക്ഷേ ആ സ്ത്രീകൾ യഥാർത്ഥ സ്നേഹമുള്ളവരല്ല, കാര്യസാധ്യത്തിനുള്ള അഭിനയമാണ്. അതിനാൽ മോശം സ്ത്രീകളുമായി ഇടപഴകാതിരിക്കുന്നതാണ് നല്ലത്. തുന്തുകാരി കൊണ്ടുവന്ന ധനമെല്ലാം എടുത്ത് ആ മോശം സ്ത്രീകൾ അവിടുന്ന് കടന്നു കളഞ്ഞു. അധർമ്മിയായി എല്ലാവരെയും വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും മാത്രം ചെയ്ത ദുന്തുകാരിയുടെ ജീവന് പ്രേതരൂപം സ്വീകരിക്കേണ്ടി വന്നു. ദുന്തുകാരി കാറ്റിന്റെ രൂപം ധരിച്ച് തണുപ്പ് കൊണ്ടും ചൂട് കൊണ്ടും ദുഃഖിതനായി ആഹാരമില്ലാതെയും ദാഹിച്ചും എല്ലാ ദിക്കുകളിലും ചുറ്റിത്തിരിഞ്ഞു. എങ്ങും ആശ്രയം കിട്ടാതെ ഹാ ദൈവമേ, എനിക്ക് ദുരവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്ന് വീണ്ടും വീണ്ടും നിലവിളിച്ച് കാലം കഴിച്ചു. തീർത്ഥാടനം ചെയ്ത് കഴിഞ്ഞിരുന്ന സദ്ഗുണസമ്പന്നനായ ഗോകർണൻ തന്റെ സഹോദരൻ ദുന്തുകാരിയുടെ മരണവാർത്ത അറിഞ്ഞു. ഗതി കിട്ടാതെ ചുറ്റിത്തിരിയുന്ന ദുന്തുകാരിക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ ആരുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്തു. ഏതേതു തീർത്ഥസ്ഥലങ്ങളിൽ ചെന്നുവോ അവിടെയെല്ലാം ശ്രാദ്ധം ചെയ്തു. ഇങ്ങനെ ഗയയിലും മറ്റു പുണ്യ തീർത്ഥ സ്ഥലങ്ങളിലും ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്ത ഗോകർണൻ തന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. രാത്രിയിൽ മറ്റാരും കാണാതെ വീടിന്റെ മുറ്റത്ത് ഉറങ്ങാൻ കിടന്നു. തന്റെ ബന്ധുവായ ഗോകർണൻ അവിടെ വീട്ടുമുറ്റത്ത് ഉറങ്ങുന്നത് കണ്ട ദുന്തുകാരിയുടെ പ്രേതം അർദ്ധരാത്രിയിൽ വിരൂപമായ ഭയങ്കരമായ പ്രേത സ്വരൂപത്തെ ഗോകർണന് കാണിച്ചു കൊടുത്തു. ആ പ്രേതം തന്റെ ദുരവസ്ഥയെ പല രൂപങ്ങളിലായി ഗോകർണന് കാണിച്ചു കൊടുത്തു. മൃഗങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും രൂപമാണ് പ്രേതാവസ്ഥയിൽ പല ജീവന്മാരും പ്രകടമാക്കാറുള്ളത്. അപൂർവം ചിലപ്പോൾ ദേവരൂപിയായ ഇന്ദ്രനായും കാണപ്പെടും. വിപരീതങ്ങളായ രൂപഭേദങ്ങളെ കണ്ട് ധൈര്യത്തെ അവലംബിച്ച് ഗോകർണൻ സദ്ഗതി കിട്ടാതെ ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണ് ഇത് എന്ന് മനസ്സിലാക്കി അതിനോട് പറഞ്ഞു. രാത്രി അതിഭയങ്കരനായ നീ ആരാണ്? ഈ അവസ്ഥ വന്നു ചേരാൻ എന്താണ് കാരണം? നീ പ്രേതമാണോ, പിശാചാണോ, രാക്ഷസനാണോ? എന്നോട് സത്യം പറയുക. എനിക്ക് ഈ പ്രഭാഷണം പറയുവാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ നന്ദി. സായിറാം മോളെ, നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പറഞ്ഞേ, വെരി ഗുഡ്. കേശവ് കാർത്തിക്. സായിറാം മോനെ. അപ്പൊ ആദ്യമാണ് മോന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഗുഡ്. എല്ലാവർക്കും നമസ്കാരം. ഏകശ്ലോക ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതനാ ജീവിതാപഹരണം ഗോവർദ്ധനോദാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുധാപാലനം ഹേത്യ ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണ ലീലാമൃതം. ജ്ഞാനപാന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഇന്നലയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട താടിക്കു വിനാശവും ഇന്നമേരമേതും അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ
കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പീനെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും. പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന കൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തോരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ. ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ, കർമ്മങ്ങൾക്കു വീള നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും. കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഭക്തന്മാർക്കു മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിട്ടും. വിശ്വമാതാവു ഭൂമി ശിവ ശിവ, യുഗം 4 നല്ലു കലിയുഗം. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ. മറ്റേതുമില്ല യത്നമറിഞ്ഞാലും അർത്ഥമെത്ര വളരെയുണ്ടായാലും. മനസ്സിനൊരു കാലം ചത്തുപോം നേരം വസ്ത്രം അതുപോലു ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും. കുടിയില്ല ഇറക്കുന്ന നേരത്തും കുടിയില്ല മരിക്കുന്ന നേരത്തും. അതേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും. ജന്മസാഫല്യം അപ്പോഴേ വന്നു പോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. എനിക്ക് മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേട്ടോ, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല പ്രഭാഷണമൊക്കെ പറയണം. ഇനിയത്തെ പ്രോഗ്രാമിന് കുഞ്ഞിനെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, സാധാരണ നമ്മളൊക്കെ ചൊല്ലുമ്പോ ആദ്യം നമ്മൾ വളരെ ശ്രദ്ധയോടെയൊക്കെ തുടങ്ങും. പിന്നെ നമ്മുടെ ശ്രദ്ധ പതുക്കെ കുറഞ്ഞ് ഒരു ആ ശ്രദ്ധയില്ലാത്തൊരു രീതി കൂടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്ന രീതി അങ്ങനെ പോകും. അങ്ങനെയാണ് മിക്കവാറും ഒക്കെ എല്ലാവരും. ഇപ്പോ കേശവ കാർത്തികന്റെ കാര്യത്തില് ഒരു വ്യത്യാസം കണ്ടത്, തുടങ്ങുമ്പോ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും അതിനകത്തേക്കുള്ള ഇൻവോൾവ്മെന്റ് കൂടി വന്നു. അങ്ങ് ലയിച്ചു. അവസാനമായപ്പോഴത്തേക്കും തലയാട്ടുന്നു. നല്ല സൂപ്പറായിട്ട് അതിനകത്തങ്ങ് ലയിച്ചു. അതാണ് വേണ്ടത്. അത് തന്നെയാണ് ഭഗവത് സാന്നിധ്യം ഉള്ളിൽ ഉണ്ടാകുന്നു, ഭഗവാൻ പ്രകാശിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. കേട്ടോ കുഞ്ഞെ, ഭഗവാൻ ഉള്ളിൽ വന്ന് ഭഗവാൻ അങ്ങ് ചെയ്യിക്കുകയാണ് കുഞ്ഞിനെ കൊണ്ട്. അപ്പോ ഈശ്വരന്റെ സാന്നിധ്യം ഉള്ളിൽ വന്നില്ലേ, നന്നായിട്ട് നമുക്കറിയത്തക്കോണം. അതാണ് ഭഗവാന്റെ അനുഗ്രഹം. കേട്ടോ, അപ്പൊ എപ്പോഴും ഭഗവാൻ എങ്ങനെ ഉണ്ടാവും കുഞ്ഞിന്റെ കൂട്ടത്തിൽ, ഒരു സംശയമില്ല. മൈച്ചേട്ടാ,
പാരായണവും പ്രഭാഷണവും അതിമനോഹരമായിരുന്നു, വ്യക്തമായിരുന്നു, ശുദ്ധമായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് തന്നെ ചൊല്ലുകയും പറയുകയും ചെയ്തു. കേശവ് ജ്ഞാനപ്പാനയും ചതുശ്ലോകി ഭാഗവതവും നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. എല്ലാം കൊച്ചുകുട്ടികളല്ലേ, എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഞാൻ അന്തം വിട്ടിരിക്കുന്നത്. മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഈ സംവേദി പറഞ്ഞതിൻ്റെ ഒരു കാര്യം അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദുസ്സംഗത്താലാണ് ഒരു മനുഷ്യാത്മാവ് നശിക്കുന്നത്. അങ്ങനെയുള്ളൊരു ദുസ്സംഗം കൊണ്ടാണ് മഹാദുഷ്ടനും അധർമ്മചാരിയുമായി തീർന്നു ധുന്തുകാരി. ആ ധുന്തുകാരിയുടെ സഹോദരനാണ് ഗോകർണൻ. ധുന്തുകാരിയുടെ മരണശേഷം അനാഥപ്രേതം പോലെ അലഞ്ഞിരിഞ്ഞ് നടന്നു. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധകർമ്മങ്ങളെല്ലാം ചെയ്താൽ ആത്മാവിന് ശാന്തി ഉണ്ടാകും, മോക്ഷം ഉണ്ടാകും എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ഇത് മറിച്ചായതുകൊണ്ട് ധുന്തുകാരിക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ഗയാതീർത്ഥത്തിൽ പോയി വിധി പോലെ പിണ്ടാതി കർമ്മങ്ങളെല്ലാം ചെയ്തു, ഒരു ഫലവും ഉണ്ടായില്ല. ആ മഹാപാപിക്ക് ഗയാശ്രാദ്ധം കൊണ്ടും മുക്തി ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒടുവില് സഹോദരന്റെ സൽഗതിക്ക് വേണ്ടി ഗോകർണൻ കർമ്മസാക്ഷിയായ സൂര്യദേവനോട് അനുജന്റെ മുക്തിമാർഗത്തിനുള്ള മാർഗത്തെക്കുറിച്ച് അപേക്ഷിക്കുകയാണ്. സൂര്യദേവൻ പരിഹാരമായി പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാം? ശ്രീമദ് ഭാഗവതത്തിന്റെ സപ്താഹപാരായണം കൊണ്ട് മുക്തി നേടാമെന്ന്. മനസ്സിലായല്ലോ? പരമ സാർ പറഞ്ഞു നിർത്തിയതാണ് ഭാഗവതത്തിന്റെ വൈശിഷ്ട്യം. ഭാഗവതത്തിന്റെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ഭാഗവതത്തെ നമ്മൾ ആശ്രയിച്ചാൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും ഓരോ കഥാപാത്രങ്ങളും ഇന്ന് ഈ കലിയുഗത്തില് ാണ്. അതുപോലെ തന്നെ സമൂഹവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ ദുഷ്കർമ്മങ്ങൾക്ക് മുഴുവൻ. നിരന്തരമായ ഭാഗവത ശ്രവണം കൊണ്ട് മനസ്സ് ശുദ്ധമാകുന്നു. സാർ പറഞ്ഞു നിർത്തതേ ഉള്ളൂ. ആ ശുദ്ധ മനസ്സിൽ ഭഗവാൻ സ്വയം ആകുമെന്നുള്ളതാണ് മഹാസത്യം. കുട്ടികളുടെ പാരായണവും പഠനവും ഞങ്ങളെ കൂടി രക്ഷപ്പെടുത്താൻ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിന് മാർഗദീപം തെളിയിക്കുന്ന ആചാര്യനായ പരമേശ്വരനും കുട്ടികളുടെ രക്ഷിതാക്കളുടെയും പാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തില് ഭാഗവതത്തെ ആശ്രയിച്ചാൽ മാത്രം മതി ഒരു ജന്മം രക്ഷപ്പെടാനായിട്ട്. അത് അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയേണ്ടതാണ്, ആരും പറഞ്ഞു കൊടുക്കേണ്ടതല്ല. സ്വയം അനുഭവിക്കണം. അനുഭവിക്കാൻ സാധിക്കും. ഭാഗവതം ആശ്രയിക്കാൻ ആ ശരി. മൈച്ചേട്ടൻ്റെ തീർന്നു. നമസ്കാരം. അപ്പോ എല്ലാവർക്കും നമസ്കാരങ്ങൾ. സംവേദയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നല്ല സംവേദനക്ഷമതയോടുകൂടി നന്നായി പഠിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ആലാപനം ചെയ്ത്
എടുത്തു പറയേണ്ടിയിരിക്കുന്നു കുറി ഇന്നത്തെ. പലരും അങ്ങനെ തന്നെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ഓരോ അക്ഷരങ്ങളും ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷനും ഓരോ ശ്ലോകത്തിലത്തെ ഒരക്ഷരം പോലും നമുക്ക് സംശയമില്ലാത്ത രീതിയിൽ അത്രയും വ്യക്തമായി നല്ല ആലാപനം, അതുപോലെ തന്നെ ഭംഗിയായിട്ട് അതിന്റെ അർത്ഥവും പറഞ്ഞു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു സംവേദ. അഭിനന്ദനങ്ങൾ. കേശവ് കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കേശവ. ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് മുഖത്ത് കാണുന്നത്. ഭഗവാനെ തൊഴുന്നതുപോലെ കേശവനെയും തൊഴുന്നു. കാരണം അത്ര നന്നായിട്ടാണ് ജ്ഞാനപ്പാനെ അവതരിപ്പിച്ചത്. പരമേശ്വരൻ സാർ പറഞ്ഞ പോലെ തുടങ്ങി അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കൊട്ടിക്കീറുക എന്ന് പറഞ്ഞ പോലെ അവസാനം എത്തുമ്പോഴേക്കും എന്തൊരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു. ശരിക്കും ലയിച്ചിട്ടാണ് അത്. ശരിക്കും ആ തലയാട്ടൽ കണ്ടാൽ തന്നെ അറിയാം. ആ മന്ദസ്മിതത്തോടു കൂടി ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ട് വന്നതുപോലെ അത്ര ഭംഗിയായിട്ട് കേശവ് നന്നായി ചൊല്ലി കേട്ടോ. വളരെ നന്നായിരുന്നു. വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ. നല്ല ഭാവിയുണ്ട്. എല്ലാം നന്നായി വരട്ടെ. രണ്ടുപേർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്തേ. നമസ്തേ സാർ. സായിറാം. സായിറാം. ആദ്യം സംവേദ്യ മോള് നന്ന് ഭംഗിയായിട്ട് പാരായണം ചെയ്തു. അതിലും ഭംഗിയായിട്ട് പ്രഭാഷണം. ഇന്നത്തെ ഈ പോർഷൻ ഞങ്ങള് ചെറുപ്പത്തിൽ ഈ കഥ കേൾക്കുമ്പോ, ഈ ദുന്ദുകാരിയുടെ ഈ ഒരു ഭാഗം വരുമ്പോ ഞങ്ങള് കണ്ണും പൂട്ടി ചെവിയും പൊത്തിയിരിക്കും പേടി കൊണ്ട്. സത്യം, സത്യം പറഞ്ഞാൽ ഇന്ന് കേൾക്കുമ്പോ ഞാൻ എന്റെ ആ ഒരു ബാല്യത്തിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. പേടി മനസ്സിനകത്ത് ഭാവനയിലാണ് കാണുന്നത് ഇതൊക്കെ. ആ ഒരു പേടി. മോൾ അത്രയും ഭംഗിയായിട്ടോ അത്ര നന്നായിട്ട് പ്രഭാഷണം പറഞ്ഞു. പിന്നെ കേശവ്, എന്റെ വല്യച്ഛന്റെ പേരാണ് കേശവ്. ഞങ്ങൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത പുരാണ കഥകളും പഞ്ചതന്ത്ര കഥകളും ഒക്കെ പറഞ്ഞു തന്ന വല്യച്ഛൻ. കേശവന്റെ ജ്ഞാനപ്പാന ചൊല്ലിയത് ഭംഗിയായി പരമേശ്വരൻ സാർ പറഞ്ഞ പോലെ ഒത്തിരി അധികം ഇൻവോൾവ്മെന്റോടുകൂടിയാണ് കുഞ്ഞ് ചൊല്ലിയത്. ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെയും. ഈ പരമേശ്വരൻ സാർ പോലുള്ള ഗുരുക്കന്മാരുടെയും സ്വാമിയാർ മഠത്തിലെ ഗുരുപരമ്പരയുടെയും മൊത്തം അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കേൾക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കൈവന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം. നമസ്കാരം. ഹരേ കൃഷ്ണ. സംവേദ്യ, മോനെ കേശവ്, രണ്ടുപേരും വളരെ ഉത്തമമായിരുന്നു. കേശവനെ ആദ്യം പറയാൻ, കൊച്ചുമോൻ നന്നായി ചൊല്ലി. ആദ്യത്തെ പ്രാവശ്യമാണ് ഗ്രൂപ്പിൽ പറയുന്നെന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ പതുക്കെ തുടങ്ങി. ഭഗവാന്റെ അനുഗ്രഹം നല്ലപോലെ ഉള്ളത് കൊണ്ട് ആ ഉള്ളിൽ ആ ചൈതന്യം അങ്ങനെ നന്നായി നിറഞ്ഞു നിന്നത് കാണായിരുന്നു. മുഖത്ത് ആ ഒരു തെളിച്ചം പറയുമ്പോഴുള്ളൊരു ആമോദത്തോടെ തന്നെയാണ് പറഞ്ഞത്. നമ്മളോട് എന്നും ആമോദത്തോടെ നാമം ജപിക്കുമെന്ന് പാവം കുട്ടികൾ എന്നും പറയുന്നുണ്ട്. നമ്മളും അത് തന്നെ സ്വീകരിക്കാം. എല്ലാവരും സന്തോഷത്തോടെ നാമം ജപിക്കണം. അമ്മയച്ഛനും ഒക്കെ പറയുന്നു, അമ്മയച്ഛനൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ചെയ്യരുത്. നാമം ജപിച്ച് അതിലൂടെ നല്ല വഴി നമ്മൾക്ക് ഭഗവാൻ തരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യം. അതാണ് നമ്മൾ എന്ത് ചെയ്താലും അത് വിശ്വാസത്തോടെ ചെയ്യണം. അത് ഇന്നേ പഠിക്കണം. അപ്പോൾ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ട് എല്ലാ കാര്യത്തിനും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ജീവിതത്തിൽ കിട്ടും. അതാ ഇപ്പൊ നിങ്ങള് സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാരിൽ നിന്നും പ്രത്യേകിച്ച് സാറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ്. ആ ഒരു കോൺഫിഡൻസോടുകൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി അതാ ഇപ്പൊ നിങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഉത്തമമായി പറഞ്ഞു കേട്ടോ മോനെ. ഇനി നിറയെ ഞങ്ങൾക്ക് മോന്റെ ആ എന്താ പറയാ, മോന്റെ ആ മധുരമായ ശബ്ദത്തിൽ ഞങ്ങൾക്ക് നിറയെ ഇനിയും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. മോളും അതുപോലെ സംവേദ്യക്കുട്ടി നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായി. നല്ല കഥയുമാണല്ലോ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനോട് വളരെ ചേർന്ന ഒരു കഥയാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും എന്താ പറയാ, ചീത്ത കൂട്ടുകെട്ട് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഈ പ്രായത്തിൽ അത് വളരെ ഉൾക്കൊള്ളേണ്ട ഒരു കഥയാണ്. ഒരിക്കലും നമ്മള് കൂട്ടുകൂടുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ, അതും ഈ കാലം കൊണ്ട് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ എന്ത് നടന്നാലും അത് പേരൻസിനോട് പങ്കുവെക്കാനും ഉള്ളൊരു മനസ്സുണ്ടാകണം നിങ്ങൾക്ക്.
അതാണ് ഈ കഥയിലെ എടുക്കേണ്ട ഒരു തത്വം. അതാണ് നല്ല സത്സംഗം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അങ്ങനെയുള്ള ഒരു സംഘത്തിന് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങളൊക്കെ പോയി ജീവിക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ എന്നും അമ്മയുടെ അച്ഛൻ്റെയും കൂടെ അല്ല ജീവിക്കേണ്ടത്. നമ്മൾ പല വഴിയിൽ പല കോളേജിലൊക്കെ പഠിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ നമ്മൾക്ക് തെറ്റും ശരിയും കണ്ടെത്താൻ നിങ്ങൾ ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന സമയം നിങ്ങൾക്ക് പ്രയോജനമാണ്, ഉറപ്പാണ്. അപ്പൊ ഈ കഥ വളരെ വളരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കഥയാണ്. പിന്നെ നമ്മൾ വലിയവരെടുക്കേണ്ടത് എത്ര ശ്രാദ്ധങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ശ്രാദ്ധമൊക്കെ ചെയ്യണം. അതിനേക്കാളും ഉപരി നമ്മൾ ഗൃഹത്തിൽ ഭാഗവത പാരായണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതങ്ങനെയുള്ളൊരു വലിയൊരു മെസ്സേജാ ഇന്ന് മോള് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഭാഗവത പാരായണം ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നമ്മളുടെ ബന്ധത്തിലൊക്കെ ഉള്ള ആരെങ്കിലും ഒരു ശാന്തി ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവർക്ക് കൂടെ ശാന്തി കിട്ടും. അങ്ങനെയുള്ളൊരു വലിയ തത്വമുള്ള കഥയാണിത്. അത്ര ഉത്തമമായ മഹാത്മ്യമാണ് മോള് ഞങ്ങൾക്ക് പറഞ്ഞെന്ന്. നന്നായിരുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം ഞങ്ങൾക്കൊക്കെ ഈ മണ്ഡലകാലത്ത് കേൾക്കാൻ വഴിയൊരുക്കി തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഉത്തമം ഉത്തമം ഉത്തമം. ഹരേ കൃഷ്ണ. മധുചേട്ടനും പരമേശ്വരൻ സാറിനും സംവേദ്യാഭിലാഷിനും അതുപോലെ കേശവകാർത്തിക്കിനും ഒക്കെ നമസ്കാരം. ഏതായാലും ഈ മണ്ഡലക്കാലം ശ്രീമദ് ഭാഗവതം മൂലം ഞങ്ങൾക്കൂടെ അധ്യയനം ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭാഗവത സപ്താഹങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ മൂലത്തിലെ ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കൂടിയാണ് മനസ്സിലാകുന്നത്. അതിന് കളമൊരുക്കിയ സ്വാമിയാർ മഠത്തിലെ പരമേശ്വരൻ സാർ ഉൾപ്പെടെയുള്ള ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങള് ഞാനൊക്കെ ആണെങ്കിൽ ജ്ഞാനപ്പാന പഠിപ്പിക്കാനൊക്കെ പിള്ളേരെ കുറെ പേരെ ഈ അവധിക്കാലത്ത് കൂട്ടിയതാ. പക്ഷെ ആദ്യമൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ ഒരു 10-12 പിള്ളേരൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് വേറെ ഓരോ പ്രോഗ്രാം അവർക്ക് ബാക്കസായി മറ്റേ ഡാൻസായി അങ്ങനെ അവര് അവിടെ നിന്ന് പൊഴിഞ്ഞു പോവുക. നമുക്ക് സങ്കടം തോന്നി. ഇതിപ്പം സാറിന്റെ നേതൃത്വത്തിൽ ഇത് ചൊല്ലി ഇങ്ങനെ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ പിള്ളേർക്ക് സാധിക്കുമല്ലോ എന്നുള്ള കേശവനും സംവേദിക്കും പ്രത്യേക അഭിനന്ദനങ്ങള്. ഈശ്വരകൃപ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിറാം. ഇന്ന് ഒരു പ്രത്യേകിച്ചൊരു സന്തോഷം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനകത്തേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ്. കുഞ്ഞുങ്ങള് പറയുന്നു, അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കാൻ വന്നിരിക്കുന്നു എന്നതിലുപരി അതിലൂടെ ആ കഥയ്ക്കകത്തൂടെ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വരും ദിവസങ്ങളിലെ കഥ ഇന്ന് മധുചേട്ടനും പറഞ്ഞു, ടീച്ചറും പറഞ്ഞു, അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാ പറഞ്ഞത്. ഇന്ന് ഗോകർണൻ പറഞ്ഞു നിർത്തിയത് നീ ആരാണ് പ്രേതമേ എന്ന് ചോദിച്ചാ നിർത്തിയെ. നീ കുറെ രൂപമൊക്കെ കാണിച്ചല്ലോ, നീ ആരാണ്, യഥാർത്ഥത്തിൽ നീ ആരാണ് എന്ന് ചോദിച്ചു നിർത്തിയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഇന്ന് വന്നില്ല. പക്ഷെ ഈ ഭാഗവത മഹാത്മ്യത്തിന്റെ ആ ഒരു പ്രാധാന്യവും അതിൽ ഇൻവോൾവ്മെന്റ്, എല്ലാവരും അതിനകത്തേക്ക് ഇൻവോൾവ് ആയതുകൊണ്ട് മധുചേട്ടനൊക്കെ നന്നായിട്ട് അറിയാലോ, ഭാഗവത മഹാത്മ്യം കലക്കി കുടിച്ചിരിക്കുന്ന ആളാണ്. അതേമാതിരി തന്നെ നമ്മുടെ ടീച്ചർ സരോജ ടീച്ചർ. അപ്പോ അവർക്ക് അടുത്തത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് നമ്മുടെ കുട്ടികളുടെ വിജയം. നമ്മുടെ കുട്ടികള് അത്രമാത്രം അവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത്, അവരെ ആ കഥയ്ക്കകത്തോട്ട് കൊണ്ടുപോയി. അവർക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇന്ന് അവിടെ കൊണ്ട് നിൽക്കേണ്ടതാണ്, ഇനി നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതാണ്. പക്ഷേ അപ്പുറം കടന്ന് ഭാഗവതത്തിന്റെ യഥാർത്ഥ എന്താണ് ഭാഗവതം കൊണ്ട് നേടാവുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കൂടി ആ കഥ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് കേൾക്കാം. എന്താണ് ഗോകർണൻ ചോദിച്ചത്, നീ ആരാണെന്ന് ചോദിച്ചപ്പോ ആ പ്രേതം എന്ത് മറുപടി പറഞ്ഞു, ആരാണെന്ന് വെളിപ്പെടുത്തി എന്നുള്ളതൊക്കെ വരുന്നേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെ, അപ്പൊ ഇന്ന് മധുചേട്ടൻ തന്നെ പറഞ്ഞു സൂര്യഭഗവാനോട് ചോദിച്ച കാര്യമൊക്കെ അത് വരുന്നേ ഉള്ളൂ.
അപ്പോ അത്രത്തോളം കുഞ്ഞുങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്, നമ്മളെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോയി. അതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് എനിക്ക്. കുട്ടികളെ ഇത്രയും ഇതിൽ അവരുടെ ആ അനുസരണം കൊണ്ടല്ലേ അവർക്ക് ഇതൊക്കെ സാധിക്കുന്നത്. ഇതുപോലെ വീട്ടിൽ അച്ഛനമ്മ പറയുന്നതൊക്കെ അനുസരിക്കുക, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാര് സാറന്മാര് പറയുന്നതൊക്കെ അനുസരിക്കുക. അങ്ങനെ വന്നാൽ ഇതേപോലെ ജീവിതം മുന്നോട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. നാളത്തെ പ്രോഗ്രാം നാളെ 5-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകം മുതൽ 37-ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്യുന്നതും ചെറിയ രീതിയിൽ പ്രഭാഷണം നടത്തുന്നതും നിവേദിത തവൂർ എന്ന കുട്ടിയാണ്. അതിനുശേഷം ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത് ഗായത്രി ജി നായർ. ഗായത്രി നേരത്തെ പ്രഭാഷണമൊക്കെ നടത്തിയതാണ്. വീണ്ടും നാളെ നമ്മുടെ മുമ്പിൽ ഈ 2 ജ്ഞാനപ്പാനയൊക്കെ അവതരിപ്പിക്കാനായിട്ട് വരുന്നു. 2 കുട്ടികളും നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നവരാണ്. നല്ല കുട്ടികളാണ് 2 പേരും. നമുക്ക് നാളെ ഇതേപോലെ എല്ലാവരും നാളെ ഈ പ്രോഗ്രാമിൽ ഇന്ന് ധാരാളം പേരുണ്ടായിരുന്നു ഇന്ന്. അതുപോലെ എല്ലാവരും നാളെയും വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പുതിയൊരു തലമുറ ഉണ്ടാകട്ടെ. അച്ഛനമ്മമാർക്ക് സന്തോഷം ഉണ്ടാകട്ടെ, വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു വറിയും വേണ്ട. എപ്പോഴൊക്കെ നിങ്ങൾ ഈ വഴിയിലേക്ക് കുഞ്ഞുങ്ങളെ നയിച്ചു പോകും, അതോടുകൂടി കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ കയ്യിൽ സുരക്ഷിതരാണ്. സമാധാനമായിട്ടിരിക്കുക. എല്ലാവർക്കും സായിറാം. സായിറാം. രാം സായിറാം. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം.